മതിയെന്ന്. നീ ആരാണത് പറയാൻ? എന്താണ് പറഞ്ഞിട്ടുള്ളത്? ഏത് നിയമസംഹിതയിലാണ് പറഞ്ഞിട്ടുള്ളത്? ശശികലയെ ഒന്ന് പറഞ്ഞ് കേൾപ്പിച്ചാൽ കൊള്ളാം. ഹിന്ദു ഐക്യവേദിയിലുള്ളതാണെന്ന്. എങ്കിൽ ഞാൻ ഒരു കാര്യം ചോദിക്കട്ടെ ശശികലയെ, ഇതിനു മുൻപ് ബി.ജെ.പിയിലെ കുറേ നരാധകന്മാർ ഒരു ക്ഷേത്രത്തിലിട്ടൊരു കുഞ്ഞിനെ പീഡിപ്പിച്ചു. അന്ന് എവിടെയായിരുന്നു നിന്റെ ഹിന്ദു ധർമ്മം? അല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദിയുടെ മുഖ്യ രക്ഷാധികാരിയാണെന്ന് പറയുന്ന ആൾ എവിടെയായിരുന്നു അന്ന്? ഒന്നും പറയാൻ കണ്ടില്ലല്ലോ. കുറേ നാൾ വേനലിനെതിരെയിലായിരുന്ന ആള് കുറച്ച് റീച്ച് ആവാൻ പറ്റിയൊരു സമയം വന്നപ്പോൾ ചാടി അങ്ങ് ഇറങ്ങി. ഞാൻ ഇവിടെയൊക്കെ ഉണ്ട് കേട്ടോ എന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് അങ്ങ് ഇറങ്ങി. വേടനെ പറ്റി പറയുമ്പോൾ അല്ലെ വേടനെതിരെ സംസാരിക്കുമ്പോൾ കുറേയൊക്കെ വ്യൂ കിട്ടും, അല്ലെ കുറച്ചൊക്കെ ശ്രദ്ധ ആകർഷിക്കാൻ പറ്റും. അതുകൊണ്ട് കയറി വന്നാണ് ഈ അമ്മച്ചി. ഈ മധുവും ഈ ശശികലയൊക്കെ ഒരുമിച്ച് ഒരു സൈഡിലോട്ട് അങ്ങ് പോകുന്നതായിരിക്കും ഏറ്റവും നല്ലത് കേട്ടോ. വെറുതെ ഇവിടെ വന്നിട്ട് ഈ പറയുന്ന മതസ്പർദ്ധ ഉണ്ടാക്കാനോ ജാതി പറഞ്ഞുകൊണ്ട് നിങ്ങൾ ഈ തമ്മിൽ ജനങ്ങളെ തല്ലിപ്പിക്കാനോ നോക്കണം. നിങ്ങൾ പറയുന്ന ക്ലിയർ കട്ടാണ്. താഴ്ന്ന ജാതിയിൽപ്പെട്ട ആളുകൾ ഇവിടെ ഒന്നും ചെയ്യണ്ട. അവർ ചെയ്യേണ്ട കാര്യങ്ങളല്ല, ഉന്നത കുല ജാതന്മാർ ഇവിടെ ചെയ്താൽ മതി. അവർക്ക് കൽപ്പിച്ചിട്ടുള്ള കാര്യങ്ങളാണ് ഇതൊക്കെ. ഈ താഴ്ന്ന ജാതിയിലുള്ളവർ അവർക്ക് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മാത്രം ചെയ്തുകൊണ്ട് വന്നാൽ മതി, അല്ല കൂടുതലൊന്നും ചെയ്യണ്ട എന്നാണ് ശശികല പറയുന്നത്. നാണം